ഹലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എന്നെ നിങ്ങൾക്കറിയോ? പലരും ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. മുമ്പ് കുറേ ഷോർട്സും മേക്കിംഗ് വീഡിയോസൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പറയണം എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു പിടിയില്ല കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ രാവിലെ തന്നെ അടുക്കളയിലെത്തിയ ഉടൻ എന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ചക്ക പൊരിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അനിയത്തി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. മൈദപ്പൊടിയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും മിക്സാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാവാണ്. അത് വെച്ചിട്ട് നമ്മൾ ദോശച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടൊരു ഭാഗത്തേക്ക് ഇതാ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് ഭാഗം കൂടി ഒന്ന് മറച്ചിട്ട് വേവിച്ചെടുത്താൽ ഈ ദോശ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ രാവിലെ ചായക്ക് കടി എന്തായാലും അതിലേക്ക് കറി നിർബന്ധമാണ്. പക്ഷേ ഈ ഒരു ദോശയാണെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ഗുളികയൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയൊക്കെ ചാമ്പ മരത്തിൽ ചാമ്പക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇനി 3 മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അത് പറിച്ചെടുത്തപ്പോൾ അതിൽ പുഴുക്കളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചാമ്പ മരത്തിൽ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിലും പുഴുക്കളായിരുന്നു. അത് പോവാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള ചോറ് ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഉമ്മ ചക്കക്കുരു വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചക്കക്കുരുവൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 2 പീസാക്കിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ചക്കക്കുരു വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കൊറോണ കാലമാണ് ഓർമ്മ വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ചക്കക്കുരു ഷെയ്ക്ക് മുതൽ പ്ലാവിൽ പൊരിച്ചത് വരെ അന്ന് നമ്മൾ യൂട്യൂബിലൂടെ കണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്ക് ഉപ്പേരിക്ക് വേണ്ടി ഇണ്ണിത്തണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. ഇണ്ണിത്തണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? നമ്മൾ മലപ്പുറത്ത് ഇതിന് ഇണ്ണിത്തണ്ട് എന്നാണ് പറയുക. വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്നത് തോന്നുന്നു. നമ്മൾ പഴം വെട്ടിയെടുത്തിട്ടുള്ള ആ വാഴയുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് പിന്നെ അതിനെ നീളത്തിലാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അതിനുള്ള ഒരു നാരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പച്ച മാങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പച്ചമാങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇനി മാങ്ങയും ചക്കക്കുരുയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാങ്ങ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ചക്കക്കുരു കറി റെഡി ആയിട്ടോ. ഈ ഒരു കറി എനിക്ക് വലിയൊരു ഇഷ്ടമല്ലെങ്കിലും അതിലെ മാങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാനൊരു മുട്ട പൊരിക്കട്ടെ. ചോറിൻ്റെ കൂടെ മീനിനെക്കാട്ടിലും എനിക്കിഷ്ടം മുട്ട പൊരിച്ചതൊക്കെയാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് മറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ പൊരിച്ചിട്ടുള്ളത്. ഇന്നെന്തോ വാഴയിലയിൽ ചോറ് കഴിക്കാനൊരു പൂതി. ചോറും കറിയും എല്ലാം വാഴയിലയിൽ വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ കറിയിലുള്ള ഈ ഒരു മാങ്ങ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞ് വെച്ചാൽ ഉമ്മ അച്ചാറിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചമാങ്ങ അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം അച്ചാറിടുമ്പോഴാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അരിഞ്ഞ് വെച്ച മാങ്ങയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ എരിവും പുളിയൊക്കെ ഉള്ള എന്തെങ്കിലും കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരമായപ്പോൾ ഉപ്പ കൊക്കവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ചായയും കൂടെ കഴിച്ചു. പൂക്കോട്ടൂരുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പക്കവടക്ക്. ഇപ്പോൾ ഇടയ്ക്ക് ഇത് കൊണ്ടുവരാറുണ്ട്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊരു പരീക്ഷണം നടത്തി. പക്ഷേ പാളി പോയിട്ടോ. റീലിൽ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വാൽനട്ടും കടലയും കാര്യങ്ങളൊക്കെ വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് ചോക്ലേറ്റിൽ മുക്കിയിട്ട് ഒരു മിഠായി പോലെ കഴിക്കുന്നതായിരുന്നു കേട്ടോ. ഞാനൊരു ഡയറി മിൽക്ക് പൊട്ടിച്ച് മെൽറ്റാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡയറി മിൽക്കൊക്കെ മെൽറ്റാക്കി എടുത്ത് നമ്മൾ നട്ട്സിൻ്റെ ഉരുള അതിലേക്കിട്ട് മുക്കിയെടുത്തപ്പോഴാണ് പണി പാളിയത് മനസ്സിലായത്. നട്ട്സിൻ്റെ ആ ഒരു പൊടി നമ്മൾ ഷേപ്പിലാക്കിയെടുത്ത് പൊടിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ എനിക്ക് ഉണ്ടാക്കാനേ പറ്റുന്നില്ല. ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അതുതന്നെ ഫുള്ളായിട്ട് ചോക്ലേറ്റിലാക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ട് നട്ട്സിൻ്റെ പൊടി അങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു പൂവ് എന്തിൻ്റെയാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വൈകുന്നേരം സമയമാകുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങി ഇരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. വെയിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.